ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരങ്ങളായത് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഡ്രൈഡ് ആയിട്ടുള്ള നമ്മുടെ വേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 കർപ്പൂരാണ്. ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. ഇനി നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം. കുറച്ച് ഉണങ്ങിയ വേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോഴേ നമുക്കിത് പെട്ടെന്നൊന്ന് കത്തി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു മൺചിരാതിലേക്ക് ഇട്ട് കൊടുത്തിട്ടും കത്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഇല ഉള്ളത് കൊണ്ട് ഞാനിതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ കർപ്പൂരം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അത് കത്തി വരുന്നുണ്ട്. കർപ്പൂരം അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള വേപ്പിലയുടെയും മഞ്ഞളിൻ്റെയും ഒക്കെ സ്മെല്ല് കാരണം തന്നെ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന കൊതുക്, ഈച്ചയൊക്കെ നമുക്ക് ഇരട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ സ്മെല്ല് പാറ്റകൾക്കും പല്ലികൾക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അവകളും ഈ ഒരു സ്മെല്ലിന് പോകുന്നതാണ്. മഞ്ഞളിൻ്റെയും വേപ്പിലയുടെയും അതുപോലെ തന്നെ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് നന്നായിട്ട് നമ്മുടെ വീട്ടിൽ നല്ലൊരു നറുമണം കൊണ്ടുവരിക മാത്രമല്ല, നമുക്കത് ശ്വസിക്കുന്നതിലൂടെ നല്ലൊരു പോസിറ്റീവ് എനർജിയും ആരോഗ്യവും ഒക്കെ കിട്ടുന്നതാണ്. മഞ്ഞൾപ്പൊടി എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളും പ്രായമായവരുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ധൈര്യത്തിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ ഒന്ന് പുകഞ്ഞ് കത്തായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നമ്മൾ കുറച്ച് അധിക ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നമ്മളുടെ ഈച്ചകൾക്കും അതുപോലെ തന്നെ പല്ലികൾക്കും പാറ്റുകൾക്കും ഇവകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെഴുകുതിരിയാണ്. അതിൻ്റെ ഈ ഒരു തിരി നമ്മൾ പൊട്ടിക്കാണ്ട് ഒന്ന് എടുത്ത് വെക്കണേ. ഒരു തിരി നമുക്ക് ആവശ്യമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള മെഴുകുതിരി നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. കത്തിച്ച് ചെറുതായിട്ടുള്ള മെഴുകുതിരിയൊക്കെ നമ്മൾ പിന്നെ യൂസ് ചെയ്യാണ്ട് വെക്കുള്ളൂ. അതുപോലുള്ളതൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ബർത്ത്ഡേ ക്യാൻഡിലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വെറുതെ കളയായിരിക്കും പതിവ്. അതൊക്കെ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. മാത്രമല്ല അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ തിരി ഞാൻ പൊട്ടാതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു മെഴുകുതിരി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ക്യാൻഡിൽ ഉണ്ടാക്കിയെടുക്കണോ അതിൻ്റെ അളവിനനുസരിച്ച് ഈ മെഴുകുതിരിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്തിയാൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കർപ്പൂരാണ് കേട്ടോ. ഇനി നമുക്കിതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് വിക്സ് ആണ്. വിക്സിൽ ധാരാളമായിട്ട് മെന്തോൾ അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ് ഓയിൽ, കർപ്പൂരമൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്മെല്ല് പാറ്റ, പല്ലി, എലികൾക്കൊന്നും ഒട്ടും പിടിക്കില്ല കേട്ടോ. ഞാനിതിൽ കർപ്പൂരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളെ വിക്സിൽ കർപ്പൂരം ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പച്ചയായിട്ട് കർപ്പൂരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മെഴുകുതിരി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതിലാണോ മെഴുകുതിരി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇതുപോലെ ഒരു മൺചിരാതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വിക്സിൻ്റെ ഡപ്പ ഉണ്ടെങ്കിൽ നമുക്ക് അതിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ ആയിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ നടുവിലേക്കായിട്ട് ഞാൻ തിരി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് വെക്കാം. ഇതുപോലുള്ളൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് സന്ധ്യാസമയത്ത് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ പരിസരത്തേക്ക് പാറ്റ, പല്ലി, എലി ഒന്നും തന്നെ വരില്ല കേട്ടോ. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കർപ്പൂരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുമായിരിക്കും, നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതുപോലുള്ളൊരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് മാസങ്ങളോളം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മെൽറ്റ് ചെയ്തത് പുറത്തേക്കൊന്നും പോകുന്നില്ല, ഗ്ലാസ്സിൽ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് മുരിങ്ങയില. മുരിങ്ങയില നമ്മൾ കറി വെക്കാനും അതുപോലെ തന്നെ തോരൻ വെക്കാനും മാത്രമല്ല കേട്ടോ, ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മളെ മുടിക്കും ചർമ്മത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഒരുപോലെ നമുക്ക് പ്രയോജനകരമായ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ പച്ചയായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെറും വയറ്റിൽ കഴിച്ചു വരികയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡെയിലി കുടിച്ചു വരികയാണെങ്കിൽ
താരൻ, എക്സിമ, ചൊറിച്ചിൽ മൂലമുണ്ടാകുന്ന പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്ത് നമ്മളെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല കറുപ്പായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അകാലനര തടയാനും വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി എടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് തലയിൽ സ്പ്രേ ചെയ്യാം. തലയിൽ തേക്കുന്ന സമയത്ത് ആ ലൈം ജ്യൂസ് ഇല്ലാണ്ട് നമ്മൾ ആ ജ്യൂസ് മാത്രമായിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ടൊരു ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ കാലിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനൊക്കെ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കാല് എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് സമയം ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഞാനൊരു പുതിയ കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായിരിക്കും ചെയ്യുക, പുതിയ കുക്കർ വാങ്ങിയാൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലേ. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഞാനിപ്പോൾ വാങ്ങിച്ചത് 7.5 ലിറ്ററിൻ്റെ ഒരു ഇൻഡക്ഷൻ ബേസ്ഡ് കുക്കറാണ് കേട്ടോ. ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലെമൺ ഇതുപോലെ ചെറിയ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വിസിലടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വിസിലൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുക്കർ നന്നായിട്ട് നമുക്ക് ക്ലീനായി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വിസിലൊന്ന് പൊക്കി നോക്കുമ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ആവിയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിന് യാതൊരു പ്രോബ്ലം തന്നെ ഇല്ല, നന്നായിട്ട് വർക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കുക്കർ കേടാവാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നല്ല ടേസ്റ്റിയും ഒരുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നല്ലെണ്ണ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ലെണ്ണ എടുക്കുകയായിരിക്കും അച്ചാറിന് ഏറ്റവും നല്ലത്. കാരണം പൂപ്പലൊന്നും വരാതെ കുറേ കാലം നമ്മളുടെ അച്ചാർ കേടാവാതെ ഇരുന്നോളും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടുകാണ് കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഞാൻ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയൊക്കെ കിലോ കണക്കിന് എങ്ങനെ നമ്മൾ കഷ്ടപ്പെടാതെ തൊലിച്ചെടുക്കാമെന്നും അതുപോലെ തന്നെ വെളുത്തുള്ളി കേടുകൂടാതെ വർഷങ്ങളോളം എങ്ങനെ സൂക്ഷിക്കാമെന്നുമുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. കുറച്ച് സമയം ചെറു തീയിൽ വെച്ചിട്ട് ഞാൻ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അടയും, ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അച്ചാർ പൊടിയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ കെമിക്കൽസും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല നേച്ചുറൽ ആയിട്ടുള്ള ഒരു അച്ചാർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം നമ്മൾ വെച്ച് ചൂടാറിയതിനു ശേഷം ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അച്ചാർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈഡ് ആയിട്ടുള്ള സ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നന്നായിട്ട് ലിഡ് ക്ലോസ് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അച്ചാർ കുറേ കാലം കേടാവാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വായിൽ കപ്പലോടുന്ന അച്ചാർ തന്നെയാണ്. ചോറിന് വേറെ ഒരു കറിയും ഇല്ലാത്തപ്പോൾ ഈ ഒരു അച്ചാർ മാത്രം മതിയാവും. ഒരു പറ നിറയെ നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന ഈ പെരിച്ചായ എന്നിവയെ തുരത്താനുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പട്ടയുടെ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 പാരസിറ്റമോൾ നന്നായിട്ട് പൊടിച്ച് പൗഡറാക്കി എടുത്തതാണ് കേട്ടോ. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും കൂടാതെ നല്ല ഒരു അടിപൊളി കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതുപോലെ ഒരു 2-3 ഉരുള മാത്രം മതിയാവും. യാതൊരു കെമിക്കൽസും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് എലിശല്യം പെരിച്ചായ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്ത് ഞാൻ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കിട്ടിയൊന്ന് ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം മറക്കരുത്.
അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ രാത്രി സമയത്ത് എലികൾ പെരിച്ചാഴികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ ഇതെടുത്ത് കഴിക്കും. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മാവിൻ്റെയും ഒക്കെ സ്മെല്ല് കാരണം തന്നെ ഉറപ്പായിട്ടും അവകൾ കഴിക്കുകയാണെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എലികളുടെ വയറ്റിലേക്ക് പോകുന്ന സമയത്ത് വയറ് വീർത്ത് ചത്തുപോകാനിടയാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ എവിടെയൊക്കെയാണോ എലികൾ സ്ഥിരമായിട്ട് വരുന്നത് അവിടെയൊക്കെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ എലിശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പാറ്റകളൊക്കെ കഴിക്കുകയാണെങ്കിൽ പാറ്റകളൊക്കെ മയങ്ങി പോകും. അതുപോലെ തന്നെ പല്ലികൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്തും അകത്തൊക്കെ വെക്കുന്നത് നമ്മൾ പ്രത്യേകം രാവിലെ എടുത്തു മാറ്റാനും ശ്രദ്ധിക്കണം. കുട്ടികളും കോഴികളൊക്കെ കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് ഉറുമ്പ് ശല്യം മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ടാൽക്കം പൗഡറും കുറച്ച് മഞ്ഞളും കാപ്പിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉറുമ്പ് ശല്യമുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ വെതറി കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ അതിൻ്റെ സ്മെല്ലിന് ആ പരിസരത്തേക്ക് തന്നെ ഉറുമ്പുകളൊന്നും വരുന്നതല്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.